എനിക്കിത്താ എടാ എനിക്കിത്താ എനിക്കിത്താ എന്റേത് എനിക്കിത്താ ആടോ എനിക്കിത്താ അവിടെ എനിക്കിത്താ അവിടെ എനിക്കിത്താ അവിടെ എനിക്കിത്താ എടാ എനിക്കിത്താ എനിക്കിത്താ എന്റേത് എനിക്കിത്താ 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 അവിടെ ഒന്നൊരു കാര്യം ചെയ്യാം, നമുക്കിത് പാതിയാക്കാം. എനിക്ക് പാതി എനിക്ക് പാതി ജീവ അച്ഛാ ആദ്യല്ലേ ഉണ്ടല്ലോ മോനെ, ഇതാ വിളിക്കാൻ വാ കേറി. ആദി ആദി നിന്റെ കൂട്ടുകാരൻ വിളിക്കുന്നു. ആദി ഇവൻ എന്താ എണീക്ക, അവൻ എണീക്കണേ മോനെ. ഏറങ്ങാശ അതെ, പക്ഷെ നാളെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഐ ലവ് യു. എന്തൊരു എക്കോ. രണ്ടുപേരും പരിചയപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? എനിക്കിഷ്ടല്ല, ഒന്ന് മാറിക്കോ. ഗുണമില്ലെന്നറിയാം, തളം വെച്ച കാര്യമൊന്നുമില്ല. കാലത്ത് വീട്ടിൽ നിറങ്ങിയ വൈകിട്ട് പോലൊന്ന് കേറില്ല. പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരാവുന്നതല്ല, കാര്യമൊന്നുമില്ല. സ്കൂളിലും പോക്കില്ല, എക്സാമോ രാവിലെ സ്റ്റെപ്പ് എന്ത് കാണാൻ നീ ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ? ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നൊന്നും വിചാരിച്ചിട്ട് എനിക്ക് കാര്യമില്ല. ഞാനൊരു കാര്യം അവിടെ തീരുമാനിച്ചിട്ടുണ്ട്, അത് നീ അവിടെ അനുസരിച്ചാൽ മതി. എന്താണാവോ? ഞാൻ നിനക്ക് ദുബായിൽ ഒരു ജോലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ത് വിറ്റിട്ടാണെങ്കിലും ഞാൻ അതിനുള്ള കാശ് റെഡിയാക്കും. നീ പോണോ? ഇല്ലെങ്കിൽ വീടിൻ്റെ പടിക്ക് പുറത്ത് പോകണോ? ഇതെൻ്റെ വീടാ. ഓഹോ, വാടക വീടെന്നാ ഇദ്ദേഹത്തിന്റെ വീടായ? അങ്ങനെ എന്നെ നാടെടുത്ത് കാര്യം ചെയ്യിക്കാം. വേണ്ടടാ, നീ പോയി കുടിച്ച് കൂത്താടി ജീവിതം നശിപ്പിക്ക്. നിന്റെ കൂട്ടുകാരനില്ലേ ആദി, അവൻ പോലും നിന്നെ തള്ളി പറയും. അപ്പോ നീ ഹലോ എത്ര പ്രാവശ്യം പറയണ്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ തിന്നാണ്ടാക്കി വെച്ചിട്ടോന്ന്? ചേട്ടൻ എത്ര പ്രാവശ്യം വിളിച്ചു വന്ന് എഴുന്നേക്കാൻ വേണ്ടി? ഇവിടെ അച്ഛൻ നെഞ്ചുവേനായിട്ട് ആശുപത്രി കൊണ്ടുവന്നേക്കുവാ. അച്ഛനെന്താ പറ്റിയേ? ഹലോ ഹലോ ഹലോ
വേണ്ട പിടിക്കണ്ട. മോളെ അച്ഛനൊന്നും മിണ്ടാതിരുന്നേ ഒരാവശ്യം വരുമ്പോ. ചേട്ടാ അച്ഛൻ വിളിക്കണു. ഇരിക്കി. എൻ്റെ ഒരവസ്ഥ നീ കണ്ടില്ലേ? ഈ ഒരവസ്ഥയിലേക്ക് നീ വരരുത്. നിനക്ക് താഴെ ഒരു പെങ്ങളുള്ളതാ, അത് നീ മറക്കരുത്. നിനക്ക് ദുബായിൽ ഞാനൊരു ജോലി പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനെൻ്റെ അമ്മ പോണം. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എൻ്റെ മോൻ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കണ പോലെ അല്ല ഓരോ കാര്യങ്ങൾ സംഭവിക്കും. മോൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ അച്ഛൻ പറയണത്. അളിയാ, ഒരു അരക്കുള്ള സ്കോപ്പ് ഉണ്ട് അവിടെ. രാഘവഞ്ചോണ്ട് പറമ്പില്ലേ, അവിടെ പൈനാപ്പിളിൻ്റെ കൃഷി നടക്കുന്നുണ്ട്. നമ്മൾ നേരെ പോയി ചാക്ക് എടുക്കണം, വിൽക്കണം, അടിക്കണം, സെറ്റാക്കണം. എന്ന് ഞാൻ റെഡിയാക്കാം. നാളെ അറിയാൻ റെഡിയാക്കണം. നിർത്തടാ. ഇന്നിങ്ങനെ നാളെയാ? നാളെ എങ്ങനെ? അളിയാ, നിനക്ക് ഐഡിയ ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് വേറെ നോക്കാം. പൊട്ടനാ പറഞ്ഞ മനസ്സിലാവൂലേ? അതിന് നീ എന്തിനാ ചൂടാവണേ? നമ്മളിത് ആദ്യമായിട്ടാണ് പരിപാടിയൊന്നുമല്ലല്ലോ. അതാടാ എന്റെ കൂടെ ആണെന്നോട്ട് തുടങ്ങിയതന്നെ ഞാൻ ചെയ്ത തെറ്റ്. അവിടെ പോ ഇവിടെ പോ ഒരു ഉടായ്പ കാണിക്കാ. ജീവിതം ഇങ്ങനെയായി. നീ പറഞ്ഞ കേട്ടോ ഞാനെല്ലാത്തിനും കാരണം. അതാടാ നീ തന്നെ എല്ലാത്തിനും കാരണം.